BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു അരി വിതരണം തൃശ്ശൂരിലെല്ലാം വലിയ രീതിയിൽ നടന്നിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉൾപ്പെടെ വലിയ രീതിയിലൊരു ആരോപണങ്ങൾ ഇതിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പാലക്കാടും എത്തുന്നു. ഒരു BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം അല്ലെങ്കിൽ വലിയൊരു താല്പര്യം ഇതിന് പിന്നിലുണ്ടോ? കേരളത്തിലെ മന്ത്രിമാരെ സംബന്ധിച്ചോളം കേരളത്തിൽ ഏത് നല്ല കാര്യം വന്നാലും അതിനെ കണ്ണടച്ച് എതിർക്കുന്ന ഒരു നിലപാടാണ്. ഇന്നത്തെ പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മന്ത്രി അനിൽ ആദ്യം സപ്ലൈകോയിൽ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ പാവപ്പെട്ടവർക്കുള്ള 13 നിത്യോപയോഗ സാധനങ്ങൾ കഴിഞ്ഞ 6 മാസമായി ലഭിക്കുന്നില്ല. അത് ലഭിക്കാനുള്ള നടപടി അദ്ദേഹം ആദ്യം സ്വീകരിക്കട്ടെ, എന്നിട്ട് സ്വന്തം കാര്യം ചെയ്തിട്ട് വേണം അദ്ദേഹം കേന്ദ്രത്തെ വിമർശിക്കാനെല്ലാം. കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ എന്നും സഹായിച്ചുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കോവിഡ് കാലത്ത് റേഷൻ കടകൾ വഴിക്ക് അരി നൽകി. ഇപ്പോൾ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കുള്ള ഒരു സഹായം, ഒരു കൈത്താങ്ങാണ് മോദി സർക്കാർ നൽകുന്നത്. പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നതെന്ന് പറഞ്ഞാൽ 25 രൂപയ്ക്ക് കേരള സർക്കാർ നൽകിയിരുന്ന അരിയാണ്, അല്ലെങ്കിൽ ഒരു പൊതുവിപണി ലഭിച്ചിരുന്ന അരിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 29 രൂപയ്ക്ക് നൽകുന്നതെന്നാണ്. സപ്ലൈകോയിൽ ഇപ്പോൾ അരിയുടെ വില, ഇനിയുള്ള ദിവസങ്ങളിൽ അരിയുടെ വില എന്താണെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും പറയട്ടെ. 25 രൂപയ്ക്ക് അവർ സപ്ലൈകോയിൽ അരി നൽകാൻ തയ്യാറാവട്ടെ. കേരളത്തിലെ ജനങ്ങളെ അവർ സഹായിക്കാൻ തയ്യാറായാൽ മോദി സർക്കാരിനും അതുപോലെ തന്നെ BJPക്കും എല്ലാം വലിയ സന്തോഷമാണ്. പക്ഷേ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഏത് നല്ല കാര്യം വരുന്ന സമയത്തും സംസ്ഥാനത്തെ 2 മുന്നണികളും സ്വീകരിക്കുന്നത്. അതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു അരി വിതരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് MP ഒരു പ്രതികരണത്തിൽ ശ്രമിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നൊരു കാര്യം, ഇത് ആരാ വിതരണം ചെയ്യുന്നതാണ്? നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ BJPയുടെ നേതാക്കളാണ്. എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ടോ അതിന് പിന്നിൽ? BJPയുടെ നേതാക്കൾ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ നൽകുന്ന, കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് കൊണ്ടുവരുന്ന പദ്ധതികൾ അത് യഥാവിധി നടപ്പാക്കുന്നില്ല. ഈ വിമർശനം ഉന്നയിക്കുന്ന MP ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. അട്ടപ്പാടിയിൽ നവജാത ശിശു മരണം കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് നടക്കുന്നു. അട്ടപ്പാടിക്കായിട്ട് 15 കോടി രൂപയുടെ ആശുപത്രി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അവിടെ ആ ആശുപത്രിക്ക് വേണ്ടിയുള്ള ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഈ MP കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാനുള്ള നടപടി MP സ്വീകരിക്കാത്തത്? ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുകയാണ് MP.